ഓം നമോ നാരായണായ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. നാരായണീയം ദശകം 16 ശ്ലോകം 6. ഭീത്യാലമങ്കജ വസന്ത സുരാംഗനാവോ മന്മാനനം ദിഹ്വജുഷത്വമിതി ബ്രുവാണഃ ത്വം വിസ്മയേന വരദസ്തുവതാമതൈഷാം പ്രാദർശയ സ്വപരിചാരകാദരാക്ഷി. പദം: ഭീത്യ അലം അങ്കജ വസന്ത സുര അങ്കനാ വ മത്മാനനം തു ഇഹ ജുഷത്വം ഇതി ബ്രുവാണ ത്വം വിസ്മയേന പരിതസ്തുവതാം അത യേഷാം പ്രാദർശയ സ്വപരിചാരക കാതര അക്ഷി. അർത്ഥം: ഹേ കാമ വസന്തമേ, അപ്സരസുകളെ, നിങ്ങൾ സംഭ്രാന്തരാകരുത്. ഇപ്പോൾ എൻ്റെ മാനസനിർമ്മിതിയെ ആസ്വദിക്കുക. ഇപ്രകാരം മുഴിഞ്ഞുകൊണ്ട് ആശ്ചര്യചകിതരായി നാലുപുറവും നിന്ന് സ്തുതിക്കുന്ന കാമൻ മുതലായവർക്ക് അങ്ങ് മനോഹരികളായ സ്വപരിചാരികമാരെ കാണിച്ചു കൊടുത്തു. ശ്ലോകം 7. സമ്മോഹനായ മിളിതാമദനായതസ്തേ ത്വദ്വാസിയാ പരിവളൈ ഇകില മോഹമാബുഹു ദത്താം ത്വയാ ജഗർഹുസ്ത്രപയൈവ സർവ സ്വർവാസി ഗർവശമനീം പുനരുർവശീം ത്വാം. പദം: സമ്മോഹനായ മിളത മദന ആദയ തേ ത്വദ്ദാസിക പരിമളൈ കില മോഹം ആബുഹു ദത്താം ത്വയാ ച ജഗർഹു ത്രപയാ ഏവ സർവ സ്വർവാസി ഗർവശമനീ പുനഃ ഉർവശീ താം. അർത്ഥം: അങ്ങേ മോഹിതനാക്കാൻ ഒരുങ്ങി വന്ന കാമദേവാദികൾ അങ്ങയുടെ പരിചാരികമാരുടെ പരിമളമേറ്റ് സ്വയം മോഹിതരായി. പിന്നീട് അങ്ങയാൽ ദാനം ചെയ്യപ്പെട്ടവളും അപ്സര സുന്ദരികളുടെ എല്ലാം സൗന്ദര്യഗർവം ശമിപ്പിക്കുന്നവളുമായ ഉർവശിയെ അവർ ലജ്ജയോടെ സ്വീകരിച്ചു. ശ്ലോകം 8. ദിഷ്ടോർവശീം തവ കഥാം ച നിശമ്യ ശക്ര പര്യാകുലോ ജനിഭവൻ മഹിമാവമർശാത് ഏവം പ്രശാന്തരമണീയതരാവതാരാത് തത്വോദിഗോ വരദകൃഷ്ണതനുസ്ത്വമേവ. പദം: ദൃഷ്ട്വാ ഉർവശീം തവ കഥാം ച നിശമ്യ ചക്രഃ പര്യാകുല അജനി ഭവത് മഹിമ അവമർശാത് ഏവം പ്രശാന്ത രമണീയ തര അവതാരാത് ത്വ അധിക വരദ കൃഷ്ണ തനു ത്വം ഏവ. അർത്ഥം: ഉർവശിയെ കാണുകയും അങ്ങയുടെ കഥകൾ കേൾക്കുകയും ചെയ്ത ഇന്ദ്രൻ ഭഗവാന്റെ മഹാത്മ്യമോർത്ത് സംഭ്രാന്തരായി ഭവിച്ചു. ഹേ വരദാതാവേ, ഈ വിധത്തിലിരിക്കുന്ന അങ്ങയേക്കാൾ മാഹാത്മ്യവും പ്രശാന്തതയും മനോഹാരിതയുമുള്ള അവതാരപുരുഷൻ ശ്രീകൃഷ്ണ ഭഗവാനായി തീർന്ന അങ്ങു തന്നെയാണ്. ശ്ലോകം 9. ദക്ഷസ്തുതാതു അതിലാളനയാ രജോന്തോ നാഥ്യാധൃതസ്ത്വയി ച കഷ്ടമശാന്തിയാസീത് ഏന വ്യരുന്തസഭവത്തനുയേവ ശർവം യജ്ഞേജ വൈരപിശുനേ സുസുതാംബ്യമാനീത്. പദം: ദക്ഷ തു ധാതു അതിലാളനയാ രജോന്തഃ ന അത്യാധൃത ത്വയിജ കഷ്ടം അശാന്തി ആസീത് ഏന വ്യരുന്ധ സ ഭവത്തനും ഏവ ശർമ്മം യജ്ഞേജ വൈരപിശുനേ സ്വസുതാം വ്യമാനീത്. അർത്ഥം: പിതാവായ ബ്രഹ്മാവിൻ്റെ അതിലാളനം മൂലം രജോഗുണം വർദ്ധിച്ച് അങ്ങയിൽ ആസക്തിയില്ലാതെ അശാന്തനായി തീർന്ന ദക്ഷൻ്റെ അവസ്ഥ ദയനീയമായി തീർന്നു. ദക്ഷൻ അങ്ങയുടെ ആത്മാംശമായ ശിവനെ പോലും എതിർക്കുകയും ആ ദേഷ്യത്തോടെ നടത്തിയ യജ്ഞത്തിൽ വെച്ച് സ്വപുത്രിയായ സതിയെ അപമാനിക്കുകയും ചെയ്തു. ശ്ലോകം 10. കൃത്തേശമർദ്ദിതമഹസതു കൃത്തശീർഷോ ദേവപ്രസാദിതഹരാദലബ്ധജീവഃ
ത്വത്പൂരിത ക്രതുവര പുനരാപശാന്തിം സത്വം പ്രശാന്തികര പാഹി മരുത്പുരേശ. സർവത്ര ഗോവിന്ദ നാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. പദം ക്രുദ്ധ ഈശ മർദ്ദിത മഹഃ സ തു കൃത്ത ശീർഷ ദേവപ്രസാദിത ഹരാത് അത ലബ്ധ ജീവഃ ത്വത്പൂരിത ക്രതുവരഃ പുനഃ ആപ ശാന്തിം സത്വം പ്രശാന്തികര പാഹി മരുത്പുര ഈശ. അർത്ഥം: സ്വപത്നിക്ക് നേരിട്ട അപമാന വൃത്താന്തം കേട്ട് ക്രുദ്ധനായ ശിവൻ യജ്ഞം നശിപ്പിക്കുകയും ദക്ഷൻ്റെ ശിരച്ഛേദം ചെയ്യുകയും ചെയ്തു. പിന്നീട് ദേവന്മാരാൽ പ്രസാദിപ്പിക്കപ്പെട്ട ശിവനിൽ നിന്ന് പുനർജീവൻ കിട്ടിയ ദക്ഷൻ മനഃശാന്തി നേടുകയും അങ്ങയുടെ കാരുണ്യം മൂലം യജ്ഞം പൂർത്തിയാക്കുകയും ചെയ്തു. അല്ലയോ ശാന്തിദായകനായ ഗുരുവായൂർ നാഥ, എന്നെ രക്ഷിക്കണമേ. സർവത്ര ഗോവിന്ദ നാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഹരിനമ പാർവതീപതയേ ഹര ഹര മഹാദേവ. നിർത്തട്ടെ. ഹരി ഓം തത്സത്.